പുറം രാജ്യങ്ങളിൽ ബാങ്ക് കാർഡ് ഉപയോഗിക്കുമ്പോൾ പാസ്വേഡുകൾ തട്ടിയെടുക്കാനും പണം കവർച്ച ചെയ്യാനും സാധ്യതയുള്ളതിനാലാണ് ഈ മുന്നറിയിപ്പ്. സൗദിക്ക് പുറത്തുപോയി തിരിച്ചെത്തിയ ഉടൻ തന്നെ ബാങ്ക് കാർഡുകളുടെ പാസ്വേഡ് മാറ്റണമെന്ന് സൗദി ബാങ്കിംഗ് ഇടപാട് ഇൻഫർമേഷൻ ബോധവൽക്കരണ സമിതി മേധാവി സെക്രട്ടറി ജനറൽ തല്ലത്ത് സക്കി അൽ ഹാഫിൽ നിർദ്ദേശിച്ചു. പല രാജ്യങ്ങളിലും ബാങ്ക് തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ പുറം രാജ്യങ്ങളിൽ ബാങ്ക് കാർഡ് ഉപയോഗിക്കുമ്പോൾ പാസ്വേഡുകൾ തട്ടിയെടുക്കാനും പണം കവർച്ച ചെയ്യാനും സാധ്യതയുള്ളതിനാലാണ് ഈ മുന്നറിയിപ്പ്. പല രാജ്യങ്ങളിലും പാസ്വേഡ് തട്ടിയെടുത്ത് ബാങ്കുകളിൽ നിന്ന് പണം കവർച്ച ചെയ്യുന്ന നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടുതന്നെ പാസ്വേഡ് മാറ്റിയാൽ തട്ടിപ്പ് ഒഴിവാക്കാൻ സഹായിക്കും. രാജ്യത്തിനു പുറത്തുള്ള ചില സംഘങ്ങൾ സൗദിയിലെ ചില അക്കൗണ്ടുകൾ ചോർത്താൻ ശ്രമം നടത്തിയതായി ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ സൗദിയിൽ ബാങ്കിംഗ് വിവരങ്ങൾ ഹാക്ക് ചെയ്യാൻ കഴിയാത്ത നിലയ്ക്ക് സുരക്ഷിതമാണെന്ന് സെക്രട്ടറി ജനറൽ വ്യക്തമാക്കി. ആരെങ്കിലും അക്കൗണ്ടുകൾ ചോർത്തിയാൽ ഉടൻ ബാങ്കിനെ വിവരമറിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദമാം. ഇന്ത്യക്കാരുടെ കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുമെന്ന് സൗദി കിഴക്കൻ പ്രവിശ്യ തൊഴിൽ മേധാവി. ഇന്ത്യൻ സമൂഹം തങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളെന്നും തൊഴിൽ മേധാവി വ്യക്തമാക്കി. ഇന്ത്യക്കാരുൾപ്പെട്ട തൊഴിൽ കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുമെന്ന് കിഴക്കൻ പ്രവിശ്യ തൊഴിൽ ഡയറക്ടറേറ്റ് മേധാവി ഉമർ അൽ ഉമേരി വ്യക്തമാക്കി. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി അനിൽ നോട്ടിയാൽ കിഴക്കൻ പ്രവിശ്യ തൊഴിൽ കാര്യാലയത്തിൽ നടത്തിയ സന്ദർശന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യക്കാരായ തൊഴിലാളികളുടെ കേസുകൾ നീണ്ടുപോകുന്നത് ഫസ്റ്റ് സെക്രട്ടറി തൊഴിൽ വകുപ്പ് മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കിഴക്കൻ പ്രവിശ്യയിലെ ചില കമ്പനികളിൽ തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നതിന് താമസം നേരിടുന്ന വിഷയവും മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇന്ത്യൻ സമൂഹം എന്നും തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. അവർ തങ്ങളുടെ നല്ല സുഹൃത്തുക്കളും തങ്ങളുടെ നല്ല പങ്കാളികളുമാണ്. ചരിത്രപരമായ ബന്ധമാണ് ഇന്ത്യയും സൗദിയും തമ്മിലുള്ളത്. ഇരു രാജ്യങ്ങൾക്കും തൃപ്തികരമായ നിലയിൽ ഇന്ത്യക്കാരുടെ കേസുകൾ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുമെന്ന് അൽ ഉമരി ഫസ്റ്റ് സെക്രട്ടറിക്ക് ഉറപ്പ് നൽകി. ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രശ്നങ്ങളുമായി ഇടപെട്ട് തൊഴിൽക്കാര്യ ഓഫീസിലെത്തുന്ന ഇന്ത്യൻ എംബസി പ്രതിനിധികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, ദമാം. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ ഗതാഗത സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കാൻ പരമാവധി ശ്രമം നടത്തുന്നുണ്ടെന്ന് ചെയർമാൻ ഡോക്ടർ അബ്ദുൽ സലാം വ്യക്തമാക്കി. മുൻ ഭരണസമിതിയുടെ കാലത്തുണ്ടാക്കിയ കരാറിന് അടുത്ത വർഷം വരെ കാലാവധിയുണ്ട്. ഇന്ത്യക്കാരുടെ മാനേജ്മെന്റിന് കീഴിലുള്ള ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയുമായി പ്രാഥമിക ചർച്ച പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദി അറാർ പ്രവാസി സംഘം ആസ്റ്റൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സീസൺ 4 ഈ മാസം 16 നടത്തുമെന്ന് അറാർ പ്രവാസി സംഘം പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 16 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 3 വർഷം വിജയകരമായി നടത്തിയ ടൂർണമെന്റിൽ 100 കണക്കിന് പ്രവാസികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് എന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രവാസി സംഘം മുഖ്യ രക്ഷാധികാരി മൊയ്തുണ്ണി, വടക്കാഞ്ചേരി കൺവീനർ സുരേഷ് ചെയർമാൻ, ഗോപൻ നടുക്കാട്, PK മണി, അഫ്സൽ, സുനിൽ, സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറം ജില്ലയിലെ മാറാഞ്ചേരി പ്രദേശവാസികളുടെ UAE കൂട്ടായ്മയായ തണ്ണീർപന്തൽ പ്രവാസി കൂട്ടായ്മയുടെ 6ാമത് വാർഷികം നാളെ ദുബായ് എമിറേറ്റ്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കൂളിൽ നടക്കും. സംഗമത്തോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുവൈറ്റ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കേന്ദ്ര കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 13ാമത് ഇന്റർനാഷണൽ ഖുർആൻ ഹിഫ്ൽ മത്സരം ഒക്ടോബർ 16 വെള്ളിയാഴ്ച 3 മണിക്ക് മസ്ജിദുൽ ഖബീറിൽ നടക്കും. നവയുഗം സാംസ്കാരിക വേദി നേതൃത്വ പരിശീലന കളരി സംഘടിപ്പിച്ചു. മുൻമന്ത്രി EK ഇസ്മായിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നവയുഗം കേന്ദ്ര കമ്മിറ്റി ട്രഷറർ സാജൻ കണിയാപുരം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻമന്ത്രി ബിനോയ് വിശ്വം മുഖ്യപ്രഭാഷണം നടത്തി. നവയുഗം സാംസ്കാരിക വേദി ദമാം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 30 ദമാമിൽ നടക്കുന്ന നവയുഗം ദമാം മേഖലാ ജനകീയോത്സവത്തിന്റെ ഭാഗമായാണ് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ എന്നീ വിഭാഗങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുന്നത്. ചിട്ടി കമ്പനിയുടെ മറവിലും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കോടികളുടെ തിരിമറി നടത്തി.